നമസ്കാരം. ഇന്ന് നമ്മൾ ദുബായിൽ ഒരു ലൈറ്റ് വെഹിക്കിൾ, അതായത് കാർ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, നമ്മുടെ കയ്യിൽ 2025 ജൂലൈയിലെ ഏറ്റവും പുതിയ വിവരങ്ങളുണ്ട്. അപ്പോൾ ആ ഗൈഡ് വെച്ചിട്ട് നമുക്ക് പ്രധാന കാര്യങ്ങളും പുതിയ മാറ്റങ്ങളുമൊക്കെ ഒന്ന് നോക്കാം. തീർച്ചയായും. എന്താണിതിലെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്? ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് ശരിക്കും ആ ഒരു പ്രായപരിധിയിലുള്ള മാറ്റമാണ്. ഓഹോ. അതെ, 2025 മാർച്ച് 29 മുതൽ UAE-ൽ ലൈസൻസിന് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായം 17 വയസ്സായി. ആണോ? മുൻപ് 18 ആയിരുന്നില്ലേ? അതെ, മുൻപ് 18 ആയിരുന്നു. ഇപ്പോൾ അത് 17 ആക്കി കുറച്ചു. ആഹാ. അപ്പൊ 17 വയസ്സുള്ളവർക്ക് പഠിച്ചു തുടങ്ങാം, അപേക്ഷിക്കാം. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പൊ 17 വയസ്സിൽ തന്നെ തുടങ്ങാം. യോഗ്യതയുടെ കാര്യത്തിൽ വേറെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും നിങ്ങൾ നിയമപരമായി UAE-ൽ താമസിക്കുന്ന ആളായിരിക്കണം. ഓക്കെ. അതായത് ഒരു വാലിഡായ എമിറേറ്റ്സ് ഐഡിയും റെസിഡൻസ് വിസയും വേണം. അത് നിർബന്ധമാണ്. അതോടൊപ്പം RTA അംഗീകൃത കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നേത്ര പരിശോധന അതും വേണം. ഈ നേത്ര പരിശോധന അത് തുടക്കത്തിൽ തന്നെ വേണം അല്ലേ? എന്തിനാണ് അത് ആദ്യം തന്നെ? അത് നല്ല ചോദ്യമാണ്. കാരണം ഡ്രൈവ് ചെയ്യാൻ നല്ല കാഴ്ച വേണമല്ലോ. ശരിയാണ്. അപ്പോ പരിശീലനം തുടങ്ങുന്നതിനു മുൻപേ തന്നെ കാഴ്ച ഓക്കെയാണോ, ഡ്രൈവിങ്ങിന് ഫിറ്റാണോ എന്നുറപ്പാക്കാനാണ് ഈ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, മനസ്സിലായി. ഇനിയിപ്പോൾ രേഖകള്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടത്? ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് ഒന്ന് നിങ്ങളുടെ എമിറേറ്റ്സ് ID, അതിന്റെ ഒറിജിനലും കോപ്പിയും. പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പി, റെസിഡൻസ് വിസ പേജിന്റെ കോപ്പി. ഒറിജിനലും കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. ശരി. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകള് സാധാരണ ഒരു 2-4 എണ്ണം ചോദിക്കാറുണ്ട്. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ ആ നേത്രപരിശോധന റിപ്പോർട്ട്. പിന്നെ ചില കേസുകളിൽ സ്പോൺസറുടെ, അതായത് കമ്പനിയുടെയോ അല്ലെങ്കിൽ വ്യക്തിഗത സ്പോൺസറുടെയോ ഒരു NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. NOC അതെല്ലാവർക്കും വേണോ? എല്ലായ്പ്പോഴും ആവശ്യമില്ല, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചോദിക്കാറുണ്ട്. അത് മുൻകൂട്ടി അന്വേഷിക്കുന്നത് നല്ലതാണ്. ശരി. അപ്പോൾ രേഖകളെല്ലാം റെഡി. ഇനി എങ്ങോട്ടാ പോവേണ്ടത്? സ്റ്റെപ്സ് എങ്ങനെയാണ്? ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് RTA അംഗീകാരമുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് ദുബായിൽ ഒരുപാട് നല്ല സ്കൂളുകളുണ്ട്. എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് EDI, പിന്നെ ദുബായ് ഡ്രൈവിംഗ് സെന്റർ DDC, ബെൽഹാസ, അൽ-അഹ്ലി, അങ്ങനെ കുറേയുണ്ട്. ഓക്കെ. അവിടെ ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്കായിട്ട് ഒരു RTA ട്രാഫിക് ഫയൽ ഓപ്പൺ ചെയ്യും. ട്രാഫിക് ഫയൽ? അതെ. ഇതിനാണ് നിങ്ങളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഒരു 200 ദിർഹം ഫീസ് വരും. ഓക്കെ, ഫയൽ തുറന്നു. അടുത്തത് നേത്രപരിശോധനയാണ്. ഇത് ഒന്നുകിൽ സ്കൂളിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുള്ള അംഗീകൃത ഓപ്റ്റിക്കൽ സെന്ററുകളിൽ നിന്നും ചെയ്യാം. അതിന്റെ ഒരു ഏകദേശ ചിലവ്? അതിനൊരു 150 തൊട്ട് 200 ദിർഹം വരെ വരാം. ശരി. അത് കഴിഞ്ഞാൽ പിന്നെ തിയറി ക്ലാസുകളാണ്. തിയറി? അതെ, ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ ക്ലാസുകളുണ്ടാകും. ഇത് വേണമെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ക്ലാസ്സിൽ പോയോ അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ ഓപ്ഷനും ഉണ്ടല്ലേ? അത് സൗകര്യമായല്ലോ. ഉണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ RTA നടത്തുന്ന ഒരു തിയറി ടെസ്റ്റ് ഉണ്ടാകും. ടെസ്റ്റോ? അതെ, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഏത് ഭാഷയിലാകും? അത് ഇംഗ്ലീഷ്, അറബിക്, ഹിന്ദി, ഉറുദു അങ്ങനെ കുറച്ച് പ്രധാന ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. കൊള്ളാം. തിയറി ടെസ്റ്റ് പാസ്സായി എന്ന് കരുതുക. പിന്നെ റോഡിലേക്ക് ഇറങ്ങുവാണോ? പ്രാക്ടിക്കൽ? അതെ, അടുത്ത സ്റ്റെപ്പ് പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ആണ്. എത്ര ക്ലാസ് വേണ്ടിവരും? അത് നിങ്ങളുടെ മുൻ പരിചയമനുസരിച്ചിരിക്കും. ചിലർക്ക് 20 ക്ലാസ് മതിയാകാം, ചിലപ്പോൾ 40 ക്ലാസ് വരെ വേണ്ടിവരും. ഓഹോ. ഇതിൽ യാർഡ് പാർക്കിംഗ്, പിന്നെ ഹിൽ സ്റ്റാർട്ട്, എമർജൻസി ബ്രേക്കിംഗ്, പിന്നെ സാധാരണ റോഡിലൂടെയുള്ള ഡ്രൈവിംഗ് അതൊക്കെ പഠിപ്പിക്കും. ഈ പാർക്കിംഗ് ടെസ്റ്റുകൾ കുറച്ച് ടഫാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? പ്രത്യേകിച്ച് ഗാരേജ് പാർക്കിംഗ് ഒക്കെ? ശരിയാണ്. ഈ പ്രാക്ടിക്കൽ പരിശീലനം കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ പാർക്കിംഗ് അസസ്മെന്റ് ഉണ്ട്. അതിൽ പാരലൽ പാർക്കിംഗ്, ഗാരേജ് പാർക്കിംഗ്, ഹിൽ പാർക്കിംഗ്, എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ നോക്കും. പലർക്കും അതൊരു വെല്ലുവിളിയാണ്. അതെങ്ങനെ എളുപ്പമാക്കാം? നല്ല പ്രാക്ടീസ് തന്നെ. അതിന് ചില ടെക്നിക്കുകളും റെഫറൻസ് പോയിന്റ്സും ഒക്കെയുണ്ട്. അത് പഠിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മതി. ശരി. ഈ ഇന്റേണൽ ടെസ്റ്റും പാസ്സായി. ഇനി ഫൈനൽ റോഡ് ടെസ്റ്റ്. അതാണ് അവസാനത്തെ കടമ്പ. ഫൈനൽ ടെസ്റ്റ് അത് RTA എക്സാമിനർ നേരിട്ട് നടത്തുന്നതല്ലേ? കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലേ? അതെ, RTA എക്സാമിനറാണ് ടെസ്റ്റ് എടുക്കുന്നത്. ദുബായിലെ സാധാരണ റോഡുകളിൽ വണ്ടി ഓടിച്ചാണ് കാണിക്കേണ്ടത്.
എന്തൊക്കെയാണവർ പ്രധാനമായി നോക്കുന്നത്? നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, റോഡിലെ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, ആത്മവിശ്വാസം, ഇതെല്ലാം അവർ വിലയിരുത്തും. ഓക്കെ, നല്ല ടെൻഷൻ ഉണ്ടാകുമല്ലേ? ശരിക്ക് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നല്ല കോൺഫിഡൻസോടെ ഓടിച്ചാൽ മതി. അമിന ടെസ്റ്റ് പാസ്സായി. പിന്നെന്ത് ചെയ്യണം? ലൈസൻസ് അപ്പൊ തന്നെ കിട്ടുവോ? ടെസ്റ്റ് പാസ്സായാൽ അഭിനന്ദനങ്ങൾ. പിന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ളൊരു ഫീസുണ്ട്. എത്ര വരുമത്? അത് പ്രായമനുസരിച്ച് മാറും. ഏകദേശം ഒരു 110 മുതൽ 310 ദിർഹം വരെ ആകാം. ഓക്കെ. ആ ഫീസ് അടച്ചാൽ സാധാരണയായി അന്ന് തന്നെ ലൈസൻസ് കിട്ടും. ചിലപ്പോൾ ഒരു താൽക്കാലിക കാർഡ് തരും. എന്നിട്ട് ഫിസിക്കൽ ലൈസൻസ് പിന്നീട് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി? അതെ, RTA ദുബായ് അല്ലെങ്കിൽ ദുബായ് ഡ്രൈവ് ആപ്പിൽ ഡിജിറ്റൽ കോപ്പിയും കിട്ടും. അതും ഉപയോഗിക്കാം. കൊള്ളാം. അപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ ആദ്യം യോഗ്യത നോക്കുക, പുതിയ 17 വയസ്സോർക്കുക. അതെ. പിന്നെ ഡോക്യുമെന്റ്സ് റെഡിയാക്കുക, സ്കൂളിൽ ചേർന്ന് ഫയൽ തുറക്കുക, കണ്ണു പരിശോധിക്കുക, തിയറി പഠിച്ച് ടെസ്റ്റ് എഴുതുക. പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്, പാർക്കിംഗ് ടെസ്റ്റ്, ലാസ്റ്റ് റോഡ് ടെസ്റ്റ്. അതെ. ഒടുവിൽ ഫീസ് അടച്ച് ലൈസൻസ് വാങ്ങുക. ഇത്രയുമാണ് പ്രധാന സ്റ്റെപ്പുകൾ. ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ഇതൊരു ചിട്ടയായ പ്രോസസ്സാണെങ്കിലും പ്രാക്ടിക്കൽ പരിശീലനവും ടെസ്റ്റുകളും, പ്രത്യേകിച്ച് ആ ഫൈനൽ റോഡ് ടെസ്റ്റ്, കുറച്ച് ശ്രദ്ധയും നല്ല തയ്യാറെടുപ്പും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ശരിയാണ്. പിന്നെ ആ പ്രായപരിധി 17 ആക്കിയത് ഒരു വലിയ മാറ്റം തന്നെയാണ്. അപ്പോ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടും? നിങ്ങൾ ദുബായിൽ ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിവ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് ക്ഷമയും നല്ല പ്രാക്ടീസും ഉണ്ടെങ്കിൽ ഇത് നേടിയെടുക്കാൻ പറ്റും. അതെ. ഒരു കാര്യം കൂടി ആലോചിക്കാൻ വേണ്ടി പറയാം. എന്താണ്? ഈ ലൈസൻസ് എടുക്കാനുള്ള പ്രായം 17 കുറച്ചില്ലേ? അത് വരും വർഷങ്ങളിൽ ദുബായിലെ ഒരു റോഡ് കൾച്ചറിനെയും ട്രാഫിക് സേഫ്റ്റിയൊക്കെ എങ്ങനെ ബാധിക്കാം? അതൊരു നല്ല പോയിന്റാണ്. അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് ഡിമാൻഡ് കൂടുമോ? അതൊക്കെ ഒന്ന് ചിന്തിക്കാവുന്ന വിഷയമാണ്.